അപ്പോൾ എന്നും രാവിലെ എണീറ്റ് ടെറസിൽ വന്നിരിക്കുന്ന പോലെ ഇന്നും നമ്മൾ ഡുണ്ടൂട്ട് ടെറസിൽ വന്നിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കാഴ്ച ഞാൻ അവിടെ കണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് ദാ ഒരു പട്ടി കണ്ടു. അത് അവിടെ നിന്നുകൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് കൈകൊണ്ട് ആ തീ കൈകൊണ്ട് തന്നെ തല്ലിക്കെടുത്തിയിട്ട് അതിൽ നിന്ന് എന്തോ എടുത്ത് കഴിക്കുന്ന കണ്ട്. എനിക്ക് നമ്മുടെ ഇതൊക്കെയാണ് അവളൊക്കെ തീയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മുറ്റത്തൊക്കെ തീയൊക്കെ കൂട്ടുന്ന കണ്ടാലും ആ ഏരിയ പോലെ വരില്ല, അവൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മതിലിൻ്റെ അപ്പുറത്ത് തന്നെ ഹനുമാൻ്റെത് ആ മരത്തിൻ്റെ ചോട്ടിൽ ഒരു ഹനുമാൻ്റെ ഒരു വിഗ്രഹമൊക്കെ കല്ല് കൊത്തി വെച്ചിട്ട് ഹനുമാന്റെ ഒരു മന്ദിരം എന്നുള്ള ഒരു രീതിക്ക് അവരവിടെ പൂജിക്കാറുണ്ട്. ആഴ്ച 2 ദിവസം വിളക്ക് കത്തിക്കാറുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അവർ തേങ്ങയ്ക്കകത്ത് നെയ്യൊക്കെ ഇട്ടിട്ടാണ് ആ ഒരു വിളക്ക് മീൻസ് അവരിങ്ങനെ കത്തിക്കുന്നത്, അതിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. അപ്പം ഇതിവിടുത്തെ റൂട്ടീൻ പരിപാടി ആയിരുന്നു. ഇവളത് തല്ലിക്കെടുത്തി തിന്നുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴേ ഒരു 3-4 കുരങ്ങനുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇവിടെ വന്ന് കുറേ നേരം കളിപ്പിച്ചിട്ടൊക്കെ അവരങ്ങ് പോയി. ഇന്ന് പിള്ളേർ മൊത്തം അവിടെ വന്നിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് തന്ന പറഞ്ഞാണ് മക്കളെ അവിടെ ഷട്ടറിക്കുന്ന സാധനമുണ്ട്, അമ്മച്ചി കാണിച്ചാൽ അത് പറഞ്ഞ് കൊണ്ടുവന്ന് നോക്കും. അപ്പോൾ പിള്ളേരെ മൊത്തം വന്നിരിക്കുന്നത്, കള്ളമാരെ വന്നിരിക്കുകയാണ്. ഏതൊരു കുഞ്ഞിരിക്കുന്നുണ്ട് അവിടെ വാങ്ങി നോക്കിയിട്ട്. അത് പറഞ്ഞ അമ്മച്ചി ഒരു സാധനം കാണിച്ചു തരാം, നോക്കുക. നമ്മള് വെറൈറ്റി സാധനം കാണുമ്പോ അമ്മമാര് പറയത്തില്ല മക്കളെ അവിടെ പോകുമ്പോ ഒരു സാധനം കാണാൻ, അതുപോലെ എനിക്കൊന്നും വന്നതാ. ഇവരുടെ സെറ്റർ ഇട്ടൊരു സാധനം, സെറ്റർ ഊതിയൊക്കെ ഡെങ്ങാണ് കടിക്കാൻ വരുവാണെങ്കിൽ ഓടേണ്ടതാണ്. അല്ല, 2 കടി കൊള്ളത്തില്ല. അത് ഫീമെയിൽ, അത് ഇവിടെ പിടിപ്പിക്കാൻ വരുവാ. പല്ല് കണ്ടടാ മുമ്പിലത്തെ 2 പല്ല്. അയ്യേ സുഞ്ച പറയാ, നാക്ക് കാണിക്കും സുഞ്ച. മരത്തിലിട്ട് കയറി കുരങ്ങിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പതിവ് പരിപാടികളിലേക്ക് കടന്നു. ഡുണ്ടുമോൾക്ക് ഫുഡ് കൊടുക്കാൻ, എന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. ഇവൾക്കാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അങ്ങ് ഫുഡ് ഭയങ്കര മടുപ്പായി തുടങ്ങി. എനിക്ക് നോൺ വെജ് ഇവിടെ അധികം കിട്ടാറില്ല. ഇവരുടെ ഒരു വില്ലേജ് ഏരിയ ഒക്കെയാണ്. അപ്പോൾ ഇവിടെ അധികം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ നോൺ വെജ് കഴിക്കുന്നവരെ ഇവർ ഭയങ്കര മോശം ആൾക്കാരായിട്ടാണ് കാണുന്നത്. ഇവിടെ എൻ്റെ അമ്മയാണെങ്കിൽ പോലും മീനും ഇറച്ചിയൊക്കെ വല്ലപ്പോഴും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഇങ്ങനെ പുറത്ത് കാണരുത് അങ്ങനൊന്നുമില്ല, എന്നാലും പുറത്തൊക്കെ അറിയാണ്ട് വെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ചിക്കൻ കട അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് 1-2 തവണ പോയി അവൾക്ക് ഭയങ്കരമായിട്ട് മടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 1-2 തവണ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ഓൾറെഡി അവൾക്ക് അങ്ങനെ ഭയങ്കര തടിയൊന്നും ഇല്ല, കുറച്ച് മെലിഞ്ഞിട്ടാണ് ആള്. അതിന്റെ കൂടെ ഫുഡും കൂടി അവൾക്ക് പറ്റാണ്ടായപ്പോഴത്തേക്ക് ശരിക്കും അങ്ങോട്ട് ക്ഷീണിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളിരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞു വാരി കൊടുത്തൊക്കെയാണ് ഞാൻ എത്തി. അത് വാരി കൊടുത്തത് കൊണ്ടും കഥ പറയുന്നതുകൊണ്ടും ഒന്നും അല്ല അവൾ തിന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് അറിയാം ഞാൻ അത് തിന്നാൻ എനിക്ക് പോവില്ല എന്നുള്ളത് മാത്രം, എന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം അവൾ അങ്ങനെ കഴിക്കാൻ തുടങ്ങി. അത് കാണാൻ പോവാ, പട്ടി ചാടി പോകുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയി. പൊറോട്ട കണ്ടില്ലേ, മെത്തി ശുഞ്ച തിന്നിട്ടുണ്ടോ? ഇത് ശുഞ്ച തിന്നിട്ടില്ല. രണ്ട് ശുഞ്ച അമ്മറ്റുണ്ടാക്കി തരും. പുറത്ത് വെച്ചോണ്ട് കേട്ടോ, ഫ്രിഡ്ജിലൊന്നുമില്ല, വെറുതെ ഇരിക്കായിരുന്നു. 4 ദിവസമായ സാധനമാണ്. എന്നിട്ട് പുറത്ത് നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇല ഈ സിംഗിളായിട്ട് നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ആണിത് ഈ പൊറോട്ട എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ചപ്പാത്തി റൊട്ടി എന്നൊക്കെ പറയുന്ന സാധനമാണിത്. ഇതിൻ്റെ ബാക്കി ആ മാവിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ബാക്കി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇതിനൊക്കെ സമയമില്ലാത്ത സമയത്ത് മസിൽ പിടിച്ച് പപ്പ അവിടെ മസിൽ പിടിക്കുന്നത്. നമ്മുടെ മുരിങ്ങലയുടെ വലിപ്പമുണ്ട്. അതേ ഉള്ളൂ. മറ്റേ കുറച്ചുകൂടെ നനവോടുകൂടി ഇരിക്കും. അത് നിങ്ങൾ മാവിട്ട് സെറ്റ് ചെയ്യുമത്. ഞാൻ ഇത് അങ്ങനെ പിന്നെ നമ്മൾ ചപ്പാത്തിയിൽ ഇടാൻ വേണ്ടിയിട്ട് നെയ്യ് നോക്കിയപ്പോഴത്തേക്ക് നെയ്യൊക്കെ ഇതാ ഉറഞ്ഞ് കട്ട പിടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ നാട്ടിൽ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ തണുപ്പിൽ വെളിയിലിരുന്ന് ആയതാണ്. പിന്നെ ഞാനത് പതുക്കെ ഓരോ ഉരുളയാക്കി കൊടുത്തു, വലിയ വലിയ ഉരുളകളാക്കി കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ പരത്തുമ്പോൾ അത് വേറെ പരിവായി പോകും. ചപ്പാത്തിയൊക്കെ പരത്താൻ നമുക്ക് അറിയാം, എന്നാലും ഇതിനിത്തിരി കട്ടി കൂടുതലും കുറവൊക്കെ ആയത് കാരണം എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉരുട്ടി കൊടുത്തു. മമ്മി തന്നെ പിന്നെ അത് ചുട്ടെടുക്കുമായിരുന്നു. അപ്പം നമ്മുടെ മേത്തിയിട്ട പൊറോട്ടയൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, പച്ച കളറിലിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഇലകൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ 2 എടുത്ത് ഡുണ്ടുമോൾ ഇവിടുന്ന് കാഴ്ച കാണല്ലേ ഡുണ്ടു. അപ്പോൾ ഇതിന് സബ്ജിത എടുത്തിട്ടുള്ളത് അച്ചാർ കേട്ടോ. നോർത്തിലൊക്കെ കിട്ടുന്ന നോർമൽ ഒരു മാങ്ങ അച്ചാറിൽ ഇത് മിക്സ്ഡാണ്. മാങ്ങയുടെ കൂടെ വേറൊരു കായുണ്ട്. ഇതിവിടെ ലോക്കലി കിട്ടുന്നൊരു കുരുവാണ്, എനിക്ക് അതിൻ്റെ കറക്റ്റ് പേരറിയില്ല. പിന്നെ ഉള്ളത് ഇത് ചമ്മന്തിയാണ്, അതായത് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഇട്ടൊരു ചമ്മന്തി. ഇത് ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചൊരു മീനാണ്. മീൻ ഇവിടെ നോർമലി ഒരു കഴിക്കാറില്ല, ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് എടുത്ത് വെച്ചാണ്. ഇത് മേത്തിയുടെ തന്നെ ഒരു സബ്ജിയാണ്, ആലു മേത്തി സബ്ജി. പിന്നുള്ളത് സവാള, അത് ഞാൻ ഒഴിച്ചു കൂടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ മിർച്ചി, പച്ചമുളക്, പിന്നെ കാപ്പിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇതിനൂടെ തൈരും കൂടി ഇവർ കഴിക്കാറുണ്ട്. ഇതിപ്പോൾ തണുപ്പായ കാരണം നമ്മൾ തൈര് എടുത്തിട്ടില്ല. ഇഞ്ചു ഇഞ്ചു മേളി വന്നു കഴിഞ്ഞിട്ട് കഴിക്കാൻ തോന്നുന്നില്ല. ഇഞ്ചു കഴിച്ചു.
കറിയിൽ മുക്കി ഇങ്ങനെ ഇതിങ്ങനെ മുറി കറിയിൽ ഇങ്ങനെ ആലുക്കറിയിൽ മുക്കി ഇങ്ങനെ തിന്നാൻ അങ്ങനെ ഉണ്ടാവും ഒരു മണ്ണ്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് മല്ലിയിലയുടെ ചമ്മന്തി പുതിനയുടെ ചമ്മന്തി മുക്കിയിട്ട് തിന്നോ. അല്ല ഇത് ഇച്ചിരി വറുത്തമീൻ എടുത്ത് ഇങ്ങനെയൊക്കെ വെച്ച് ഇതിൽ വെച്ച് ഇതിങ്ങനെ അടച്ച് മൂടിയിട്ട് ഇങ്ങനെ കൂതി ഇങ്ങനെ തന്നെ അങ്ങനെ ഉണ്ടാവും. അത് സൂപ്പറായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ വീടിനടുത്തുള്ള 2 പിള്ളേരുണ്ട്, 2-3 പിള്ളേർ. അവരെപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയ കോടാലിയും പിന്നെ അവിടെ ഉണങ്ങിക്കിടന്നത് ചാണക വിരളിയൊക്കെ എടുത്ത് കത്തിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം എനിക്കൊന്ന് പിന്നെ മനസ്സിലായി അവർ തേനീച്ചെടുക്കാൻ പോവാണെന്നുള്ളത്. ഇതിൽ തേനീച്ച ഉണ്ടെന്നാണ് പറയുന്നത് അവന്. അതിനെ അവൻ പുഹയ്ക്കുകയാണ്. അത് വന്നാൽ ഞാൻ ഫോൺ ഇട്ടിട്ട് ഓടും. അതിന് മുമ്പ് ഞാനൊരു വീഡിയോ എടുത്ത് വെക്കാന്ന് വിചാരിച്ച്. ഹലോ കാട്ടേക്കാ സ്കനായി കാട്ടേക്കാ അവൻ നിൽക്കുന്നുണ്ട്. അതില് പുകയുണ്ട്. അങ്ങനെ ഉണ്ടല്ലേ. നീ ഒരു സിഗരറ്റ് കത്തിച്ച് നോക്കിയേ. ഒരു പാത്രം കൊണ്ടു കൊടുക്കടി. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ അവൻ കുറച്ചായിട്ട് പൊട്ടിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. അത് നമ്മൾ വീഡിയോയിൽ വളർത്തുന്നതായാലും അല്ലാണ്ട് ഇങ്ങനെ കാട്ടിലുള്ളതായാലും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് തേൻ എടുക്കുന്നത്. പാത്രം വേണോടി. തേനീച്ചിരിപ്പുണ്ട് കേട്ടോ. എന്റെ തേത്തിട്ടാണോ മാറി ബുലാരെ പാത്രം കിട്ടും. ലിപ്സ്റ്റിക് ഇട്ടോലുണ്ട്. ഈ നോക്കി ഇത്രയും ചെറിയ പിള്ളേർക്കും അതിന്റെ ആ മെത്തേഡ് അറിയാന്നുള്ളതാണേ, കുത്താതെ അത് ചെയ്യാനുള്ളതേ. എന്നാ പിന്നെ ഇയാളെന്ത് എടുക്കാൻ ഇവിടെ ഇഷ്ടം പോലെ കിടന്നപ്പോ. ഈ കൊണ്ടുവന്ന പീസിനകത്ത് ഇതിൽ കൂടുതലും മുട്ടകളും തേൻ വളരെ കുറവാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ലായിരുന്നു. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഞാനും ഇത് ആദ്യമായിട്ട് കാണുന്നത്. നീ കാട്ടേക്കാടാ അടിയിൽ കണ്ടോ മുട്ട അതിന്റെ. എന്നെ പോലെ അറിയാത്തവർ ഒത്തിരി പേരുണ്ടാവും. അതിന് മുട്ട ഏതാ തേൻ ഏതാന്ന് കാണിച്ചു തന്നാൽ വളരെ ഉപകാരം. ഈ മണ്ടക്കിരിക്കുന്നതാണ് തേൻ. ഇത് തേനിന്റെ ഭാഗം. ഈ വീർത്തിരിക്കുന്നത് ഇത്രയും ഭാഗത്ത് തേനുള്ളൂ. ശരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഒരു പറഞ്ഞ കഷ്ടമുണ്ട് വർഷത്തെ വന്നിട്ട് പണിക്കാര് ഇവരാണ് പണിയെടുത്ത് മുട്ട ഇടുന്നത്. ഇവരാണ് പൂമ്പൊടിയൊക്കെ കൊണ്ടുവരുന്നവന്മാര്. ഈ ചെറിയവന്മാര് ഇവരാണ് ഇവിടുത്തെ അടിമകള്. അപ്പുറത്ത് നിൽക്കുന്ന ഇത് റാണിയുടെ അടിമകളാണ്. ഇതൊക്കെ റാണിയുടെ അടിമകളാ. ഇവര് ചത്ത് കിടക്കുന്നത് റാണിയുടെ അടിമയാ. ഇതിനൊക്കെ റാണിയുടെ കിടക്കുന്ന ഈ പൊടി കണ്ടത് പൂമ്പൊടിയാ. ഓ അത് ഭയങ്കര ടേസ്റ്റ് ആ തിന്നാൻ. പൂമ്പൊടി ടേസ്റ്റ് അല്ലേ? അറിയില്ല. ഞാൻ ഇതിനകത്ത് മുട്ട ഇതിന്നാണ് പിള്ളേര് വിരിഞ്ഞിറങ്ങുന്നത്. അപ്പം ഞാൻ ഈ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഡുണ്ടുമോളെ കൊണ്ടുവന്നത്. കാരണം എനിക്ക് പേടിയായിരുന്നു തേനീച്ച എങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ. എനിക്ക് എൻ്റെ കയ്യിൽ ടാബ്ലറ്റ് സിമ്മുണ്ടായിരുന്നു, പക്ഷേ ഇഞ്ചക്ഷനൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അലർജി അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് അവളെ ഇറക്കിക്കൊണ്ട് വന്ന് കാണിച്ചു കൊടുത്തത്. പക്ഷെ എല്ലാത്തിനകത്ത് എല്ലാം മൊത്തം തേനില്ല മോനെ, ഇച്ചിരിയേ ഉള്ളൂ. അപ്പം ജന്തറിയ ജാതാത്ത ഈ ചെറുക്കിന് അന്ന് എനിക്ക് എടുത്ത് തന്നെ KVN പിള്ളേർ എടുത്തോണ്ട് വന്നാണെങ്കിൽ പിന്നെ നമ്മള് മേടിക്കണ്ടില്ല. അതുകൊണ്ടാല്ലേ കുമാരൻ KVN ചെറുക്കിന് ഇച്ചിരി കൊടുക്കും. അതിന് വേണ്ട ഒരു തരി എടുത്തൊരു താമ്പ് കൊടുക്കടി. ഈ കുത്തുന്ന സാധനത്തിന് കുറച്ച് തേനെടുത്ത് ഡുണ്ടുമോൾക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ബാക്കി നമ്മൾ കുട്ടികൾക്കും കൊടുത്തു വിട്ടതോടുകൂടി ഇന്നത്തെ നമ്മുടെ സാഹസികമായ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഈ ദിവസത്തിന് നമ്മൾ ഗുഡ് ബൈ.